ഫണ്ട് തടഞ്ഞു വച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണ്. ആ സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് നാം ചെയ്യുന്നത്. സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകളെല്ലാം പൂട്ടുമെന്ന് പറഞ്ഞൊരു പ്രചരണം നടക്കുന്നു. അതൊന്നും NEP ഞാൻ നോക്കിയാൽ കാണുന്നില്ല. പിന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല. പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ഒരു സ്കൂൾ അടയ്ക്കാൻ വേണ്ടി വന്നു. എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലയിൽ തീരുമാനിച്ച് എന്നെയും രാജേഷ് മന്ത്രിയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത് തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ലയിപ്പിക്കുന്ന ഒരു സ്ഥിതിയെ നമ്മുടെ മുന്നിൽ അജണ്ടയില്ല. UDF സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിയിലൂടെ 9 വർഷം കൊണ്ട് 11 ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ പ്രവേശിപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ളത്. സ്കൂളുകൾ പൂട്ടാനുള്ളതല്ല, നിലവിലുള്ളവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനാണ് ഈ സർക്കാർ പണം വിനിയോഗിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ PMശ്രീ എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ. അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വയ്ക്കണമെന്നില്ല. അത് ഒരു എഗ്രിമെൻറ്റിലും പറഞ്ഞു. എഗ്രിമെൻ്റ് കോപ്പി എൻ്റെ ഉണ്ട്, ഇന്നലെ ഒപ്പുവെച്ചതിൻ്റെ കോപ്പിയുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരാം, അല്ലെങ്കിൽ അതിവിടെ വായിക്കാം. ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് PM പോഷൻ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് PM ഉഷ എന്നും പറയുന്നുണ്ട്. നമുക്കത് PM എന്ന് ചേർത്ത് കണ്ടുകൊണ്ടുവരേണ്ട തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട, തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. ഇത് വെറും ഒരു സാങ്കേതികം മാത്രമാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. PMശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടെല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ PMശ്രീ പ്രോജക്റ്റിൻ്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. PMശ്രീ പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട, കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല. കാരണം PMശ്രീ പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചില്ല. ഇവിടെ പ്രശ്നം എന്താ? അതിൻ്റെ പേരിൽ SSK അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. PMശ്രീ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല. ഇവിടെ ഈ മറ്റ് വകുപ്പുകളും അവരൊക്കെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് PM ഉഷ എന്ന പേരിൽ 5 വർഷത്തേക്ക് 405 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അവർ 3 ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MOUവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു മാറ്റത്തിനും തയ്യാറാകാതെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച അതേ MOUവിൽ തന്നെ ഒപ്പിട്ട് ഇപ്പോൾ കാശ് വാങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന 873.84 കോടി രൂപ കിട്ടിയതാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. PMശ്രീ പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. PMശ്രീ എന്നൊരു പേര് വീഴുന്നത് മാത്രമേ ഉള്ളൂ. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അത് 10 വർഷത്തിനുള്ളിൽ 488.14 കോടി രൂപ
ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന 10 വർഷത്തിനുള്ളിൽ 41.53 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം 7.55 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. PKVY ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി 77.18. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ 10 വർഷത്തിനുള്ളിൽ 196.144 കോടി. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ 3.76 കോടി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1.7 കോടി. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ്, മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ആരോഗ്യ വകുപ്പിന് ദേശീയ ആരോഗ്യ ദൗത്യം 2018 മെയ് മാസത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾ മുൻഭാഗ ബ്രാൻഡിങ് അടക്കം നമ്മളെ ഫണ്ട് ഉപയോഗിക്കുന്നു. ആർദ്രം ആയുഷാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സ്കീമിൽപ്പെട്ടതാണ്. അതിൽ MOU ഒന്നും ഒപ്പിട്ടിട്ടില്ല. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.